ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ നാട്ടിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ പൂനെയിലായിരുന്നപ്പോൾ തന്നെ നമ്മൾ ഈ അക്വാ ഫെസ്റ്റിനെ പറ്റി കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഒരു ദിവസം എന്തായാലും പോകണമെന്ന് വിചാരിച്ച് അങ്ങനെ നമ്മൾ ഇന്ന് അങ്ങോട്ടേക്ക് പോവുകയാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ എൻട്രൻസ് എന്ന് പറയുന്നത്. ഭയങ്കര ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആണ് പറയാനുള്ളത്. ഫ്രണ്ടിൽ തന്നെ ഒരു വലിയൊരു ഫിഷിൻ്റെ ഒരു എന്താ പറയുക ഒരു ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ടിക്കറ്റ് ചാർജ് എന്ന് പറയുന്നത് 80 റുപ്പീസാണ് പെർ പേഴ്സൺ. പിന്നെ 5 വയസ്സിന് താഴോട്ടുള്ള കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ ടിക്കറ്റ് വേണ്ട. അപ്പോൾ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഫാമിലി എല്ലാവരും ഉണ്ട്. പിന്നെ അനുവൻ്റെ ഒരു ഫ്രണ്ടും ഫാമിലിയും ഉണ്ട്. അപ്പോൾ നമ്മൾ എൻട്രൻസിൻ്റെ അവിടെയായി. ഫസ്റ്റ് തന്നെ ഗോൾഡൻ ഫിഷാണ് കാണാനുള്ളത്. നല്ല ഭംഗിയുണ്ടായിരുന്നു ഗോൾഡൻ ഫിഷിന്. ഒരുപാടുണ്ട് കേട്ടോ, നല്ല ഭംഗിയുണ്ട്. എല്ലാവരും തീർച്ചയായിട്ടും പോയി കാണേണ്ട ഒരു ഇത് തന്നെയാണ്. കാരണം നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ അതും ഇത്ര അടുത്ത് ഇങ്ങനെ ഒരു ഫെസ്റ്റൊക്കെ വരുമ്പോൾ നമ്മളാണ് അതിനെ സപ്പോർട്ട് ചെയ്യേണ്ടതും. അപ്പം എന്താ പറയുക, എല്ലാവരും പോയി കാണുക. ഇത് ചങ്ങനാശ്ശേരിയിലാണ്. ചങ്ങനാശ്ശേരിയിലെ തിരുവല്ലയ്ക്ക് പോകുന്ന റൂട്ടാണ്. പെരുന്ന അമ്പലത്തിൻ്റെ ഓപ്പോസിറ്റാണ് ഈ ഫെസ്റ്റ് നടക്കുന്നത്. എന്താ പറയുക, നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഈവനിങ് എല്ലാ ദിവസവും 4 മണി തൊട്ട് 9 മണി വരെയാണ് ഇതിൻ്റെ ടൈമിംഗ് എന്ന് പറയുന്നത്. വൈകുന്നേരം നമുക്ക് ഫാമിലി ആയിട്ട് പോയി ഒന്ന് ചില്ല് ചെയ്യാനൊക്കെ പറ്റും. ഒരു നല്ല നല്ല കുറേ മെമ്മറീസും മൊമെൻറ്റ്സും ഒക്കെ നമുക്ക് അവിടെ നിന്ന് കിട്ടും. അപ്പോൾ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ദച്ചുകൊണ്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവൻ ഓടി നടന്ന് കാണുമായിരുന്നു. നല്ല ഭംഗിയാണ്. എന്താ പറയുക, ഫിഷ് ഒരുപാട് ഫിഷുണ്ട്. അപ്പം ഓരോന്നിൻ്റെയും മേളിൽ അതിൻ്റെ പേര് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ചിലതിൻ്റെ ഒന്നും പേര് കാണാനില്ല കേട്ടോ. അടുത്തതായിട്ട് കാണുന്നത് പാരറ്റ് ഫിഷും പിന്നെ ചിച്ചൈൽഡ് എന്നാണോ എന്താ പ്രൊനൗൺസ് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. എന്തായാലും നല്ല കുറേ മീനുകളൊക്കെ ഉണ്ട്. പേരറിയാത്ത കുറേ പേരുണ്ട്. പേര് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേര് കറക്റ്റാണോ നമ്മൾ വായിക്കുന്നതെന്ന് അറിയില്ല കേട്ടോ. എനിക്ക് തോന്നിയ രീതിയിലൊക്കെ ഞാനങ്ങ് വായിച്ചു വിടുക. അപ്പോൾ ജനുവരി 10th വരെയാണ് ഈ ഒരു ഫെസ്റ്റ് നടക്കുന്നത്. അതിന് മുന്നേ എല്ലാവരും പോയി ഒന്ന് വിസിറ്റ് ചെയ്യുക. പിന്നെ എന്തുകൊണ്ട് വിസിറ്റ് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഇവിടെ ടണൽ അക്വേറിയം കാണാനുണ്ട്. പിന്നെ കൺസ്യൂമർ സ്റ്റോൾസ് ഉണ്ട്, ഷോപ്പിംഗ് ഫെസ്റ്റിവൽ ഉണ്ട്, അമ്യൂസ്മെൻറ്റ് പാർക്കുണ്ട്, ഫുഡ് ഫെസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പോൾ നെക്സ്റ്റ് എന്ന് പറയുന്നത് ടൈഗർ കാർപ്പ് എന്ന് പറയുന്നത് കുട്ടി മീനുകളാണ്. പക്ഷേ ഇത് ഭയങ്കരമായിട്ട് വലുതാവുന്ന മീനാണെന്ന് തോന്നുന്നു. ഞാൻ ഇതിൻ്റെ വലുതിനെ കണ്ടിട്ടുണ്ട് കേട്ടോ. ഇത് പക്ഷേ ചെറിയ മീനുകളാണ്. പക്ഷേ ചെറുതിനെ കാണാൻ നല്ല ക്യൂട്ടായിട്ടുണ്ട്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഒരുപാട് കുഞ്ഞു മീനുകളുണ്ട് അതിനിടയിൽ. നല്ല കളറാണ് അതിൻ്റെ ബോഡിയിൽ കാണുന്നത്. കളറൊക്കെ നല്ല ഭംഗിയാണ് കാണാൻ. കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇങ്ങനെയുള്ള മീനുകളെയൊക്കെ കാണാൻ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ കുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങളിത് പോയിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ്. കാരണം നമ്മുടെ നാട്ടിലൊക്കെ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ഫെസ്റ്റ് നടക്കുന്നത്. ദച്ചുവിന് ഭയങ്കര സന്തോഷമായിരുന്നു. മീനിൻ്റെ അവിടെ നിന്ന് ഇറങ്ങുന്നത് വരെ ഓട്ടി നടന്ന് എല്ലാത്തിനെയും കാണുകയൊക്കെ ചെയ്യുമായിരുന്നു. നമ്മൾ നെക്സ്റ്റ് എന്ന് പറയുന്നത് സിൽവർ ഷാർക്കാണ്. ഇതെന്താ പറയുക, ഇത് മറ്റേ ഇപ്പോൾ കണ്ട മീനുകളെ പോലെ ഇങ്ങനെ ഭയങ്കര ഓടി നടക്കുന്ന ടൈപ്പല്ലെന്ന് തോന്നുന്നു. ഇതെല്ലാം ഇങ്ങനെ സ്റ്റഡി ആയിട്ട് നിൽക്കുന്ന ഒരു ടൈപ്പാണെന്ന് തോന്നുന്നു. എല്ലാം അധികം മൂവ്മെൻ്റ് ഒന്നുമില്ല. എല്ലാവരും ഭയങ്കര സ്റ്റഡി ആയിട്ട് അറ്റൻഷനായിട്ട് നിൽക്കുവാണ്. പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. സിൽവർ കളറാണ്. നല്ല ആ ലൈറ്റിൻ്റെയും കൂടെയൊക്കെ ഇത് അടിക്കുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ. അപ്പം നമ്മൾ നെക്സ്റ്റ് ഫിഷിലേക്ക് പോകണം. നെക്സ്റ്റ് എന്ന് പറയുന്നത് കബൂട്ടോ ഫിഷാണ്. കബൂട്ടോ ഫിഷാണോ ഫിഷിലേക്ക് പോകാം. നെക്സ്റ്റ് എന്ന് പറയുന്നത് സാവ്രോൺ ഫിഷാണ് എന്നാണ് അതിൻ്റെ പേര്. ഇതും നല്ല ഭംഗിയുള്ള മീനാണ്. പല കളറ് ഉണ്ട് ഇതിനകത്ത് തന്നെ.
വൈറ്റ് ഉണ്ട്, ഓറഞ്ച് ഉണ്ട്, പിന്നെ ഒരു ലൈറ്റ് പിങ്ക് പോലത്തെ എന്തോ ഒരു കളർ കൂടെ ഉണ്ട്. നല്ല ഭംഗിയാണ് ഈ മീനെ കാണാനും. ഇത് വെച്ചിട്ടില്ല. കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഏഞ്ചൽ ഫിഷൊക്കെ പോലെ തോന്നും, പക്ഷെ സ്വിം ചെയ്യുന്നത്. പിന്നെ കല്ലിനിടയ്ക്ക് നമുക്ക് കാണാം ചിലത് ചെരിഞ്ഞ് കിടക്കുന്നത്. ചെരിഞ്ഞാണ് ഇത് നീന്തുന്നതും. കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ഞാനിത് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ഫിഷിനെ കാണുന്നത്. അതിൻ്റെ ആ ബോഡി ഫുൾ ആ ഒരു ചിറക് പോലത്തെ ഒരു ഇതുണ്ട്. നല്ല രസമുണ്ട് ഇതിനെ കാണാനായിട്ട്. നല്ല നീളമുണ്ട്. ചെരിഞ്ഞാണിത് ഇങ്ങനെ സ്വിം ചെയ്യുന്നുണ്ടോ, നീന്തുന്നത് ചെരിഞ്ഞാണ്. ചിലപ്പോൾ ചിറക് വെച്ച് നീന്തുന്നത് അങ്ങനെ ആയിരിക്കാം, അതുകൊണ്ടായിരിക്കാം. നല്ല രസമുണ്ട് ഇത് കാണാനായിട്ട്. ഇതുപോലെ നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരുപാട് ഫിഷസ് ഇവിടെ ഉണ്ട്. നമുക്ക് പുതിയൊരു അനുഭവം കൂടിയാണ് ഇതൊക്കെ കാണുമ്പോൾ. നെക്സ്റ്റ് എന്ന് പറയുന്നത് പുലിവാഹ ഫിഷ് പിന്നെ അലിഗേറ്റർ. ഇത് രണ്ടും കൂടെയാണ് ഒരു ടാങ്കിനകത്ത്. ഇതാണെന്ന് തോന്നുന്നു പുലിവാഹ ഫിഷ്. ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ അലിഗേറ്ററിനെ ഇവിടെ എങ്ങും കാണുന്നില്ല. അലിഗേറ്റർ അല്ല ഇത്. ഇനി അലിഗേറ്ററിൻ്റെ വേറെ ബ്രീഡ് വല്ലതും ആണെന്ന് അറിയത്തില്ല. എന്തായാലും ഇതായിരിക്കാം ചിലപ്പോൾ പുലിവാഹ ഫിഷ്. അലിഗേറ്ററിന് സാധാരണ ഒരു ചുണ്ടിന് ഒരു നീളമൊക്കെ ഉണ്ടാവുമല്ലോ. ഇനി അടുത്തത് ഇതിൻ്റെ പേരറിയില്ല, പേരെഴുതി വെച്ചിട്ടില്ല. പക്ഷേ അതോ ആ മേളിൽ പോകുന്നത് കണ്ടിട്ട് അരോണയാണോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. ആണെന്ന് വിചാരിക്കുന്നു. പക്ഷെ പേരൊന്നും എഴുതി വെച്ചിട്ടില്ല. കണ്ടിട്ട് ആ ഒരു
ബോഡിയൊക്കെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നു അരോണയാണെന്ന് തോന്നുന്നു. പക്ഷേ ഇത് ഏതാണെന്ന് എനിക്കറിയില്ല. ഇത് മറ്റേ അവിടെ കണ്ട പുലിവാഹ ഫിഷ് പോലെയുണ്ട്. ചിലപ്പോൾ അതിനെ എടുത്ത് ഇവിടെ ഇട്ടിരിക്കുമായിരിക്കും, അറിയില്ല. അപ്പോൾ നെക്സ്റ്റ് വന്നിട്ട് സ്റ്റാർ ഫിഷിൻ്റെ ടാങ്കാണ്. അതിൽ തന്നെ വേറൊരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഫിഷും ഉണ്ട്. നല്ല ഭംഗിയുണ്ട് അതിനെ കാണാൻ, അതിൻ്റെ ഡിസൈനൊക്കെ കാണാൻ. അവിടെ ഇവിടെയായിട്ട് കുറേ സ്റ്റാർ ഫിഷുകളൊക്കെ ഉണ്ട്. ഇതേ ഒരു വലിയ സ്റ്റാർ ഫിഷ്, പിന്നെ ചിലത് മണ്ണിൻ്റെ മൂവ് ചെയ്യുന്നത് കാണാൻ പറ്റും. അതിൻ്റെ അടിയിലുള്ള കാല് പോലത്തെ ഈ സക്കർ വെച്ചിട്ട് ഇങ്ങനെ മൂവ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. ഞാനിതൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇങ്ങനെ മൂവ് ചെയ്യുന്നതൊന്നും ഞാൻ കണ്ടിട്ടില്ല, സ്റ്റാർ ഫിഷിനെ അല്ലാതെ കണ്ടിട്ടേ ഉള്ളൂ. ഇതൊക്കെ ഒരു പുതിയ അനുഭവമാണ് കാണാത്തവർക്കാണേലും. അതുകൊണ്ടാണ് പറയുന്നത്, നമ്മൾ ഇത്രയും അടുത്ത് ഇങ്ങനെ ഒരു ഫെസ്റ്റ് നടക്കുമ്പോൾ നമ്മൾ ഉറപ്പായിട്ട് ഇത് കണ്ടില്ലേ നമുക്കതൊരു വലിയ നഷ്ടമായി പോകും. സ്റ്റാർ ഫിഷ് കുറേ എണ്ണം ഇങ്ങനെ എന്താ പറയുക, മണ്ണിനോട് ചേർന്ന് ഇങ്ങനെ കിടക്കുവാണ്. എല്ലാം മൂവ് ചെയ്യുമായിരിക്കും. പിന്നെ ജെല്ലി ഫിഷും തൊട്ടിപ്പുറത്ത് കിടപ്പുണ്ട്, ലൈറ്റ് ബ്ലൂ കളറിലും പിന്നെ വേറെ എന്തൊക്കെയോ ഒരു കളറിലും ജെല്ലി ഫിഷ് കിടപ്പുണ്ട്. ലൈറ്റ് ബ്ലൂ കാണാൻ നല്ല ഭംഗിയുണ്ട്. അതും മൂവ് ചെയ്യുന്നുണ്ട്, സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. അതും ഇങ്ങനെ ചെറുതായിട്ട് അതിൻ്റെ ഈ കാലുകൾ പോലത്തെ ചെറിയ ഒരു സക്കേഴ്സ് വെച്ചിട്ട്, സക്കറാണെന്ന് തോന്നുന്നു, ഒരു സംഭവം വെച്ചിട്ട് അതും ഇങ്ങനെ പതുക്കെ മൂവ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ നെക്സ്റ്റ് എന്ന് പറയുന്നത് പഫർ ഫിഷാണ്. മറ്റേ ഇങ്ങനെ വീർത്ത് വരുന്ന ഒരു ഫിഷ് ഉണ്ടല്ലോ, അതാണ് ഇവിടെ ദാണ്ട് കിടക്കുന്നു. ഇത് 1 or 2 ഒക്കെ ഉള്ളൂ അതിൽ ആകപ്പാടെ കാണാൻ പറ്റിയത്. പിന്നെ വേറൊരു സ്റ്റാർ ഫിഷും ഇതിനകത്ത് കിടപ്പുണ്ട്. അപ്പോൾ ഇതെന്ന് പറയുന്ന ഈൽ എന്ന് പറയുന്ന ഒരു ഫിഷാണ്. ഈൽ എന്നാണെന്ന് തോന്നുന്നു, അങ്ങനെ ആയിരിക്കണം. അപ്പോൾ അതിങ്ങനെ തുറക്കുക അടയ്ക്കുക അങ്ങനെ ചെയ്യുന്നുണ്ട്. പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ വേറൊരു ടൈപ്പ് ഓഫ് ഫിഷുണ്ട്. അത് ഇതിൻ്റെ സെയിം ആണോ എന്നറിയില്ല കേട്ടോ. കണ്ടിട്ട് എന്താ പറയുക, പാമ്പിൻ്റെയൊക്കെ പോലെ, പാമ്പിന് പരിണാമം, പാമ്പിനും പുലിക്കും ഇടയിലുള്ള പുലിത്തോലുള്ള പാമ്പെന്നൊക്കെ പറയുന്ന പോലെ അങ്ങനത്തെ ഒരു ടൈപ്പ് ഫിഷാണ്. സെയിം തന്നെയാണെന്ന് തോന്നുന്നു കേട്ടോ. അതിൻ്റെ വാലതേ കല്ലിനിടയിൽ കാണാനുണ്ട്, മറ്റേ വാ പൊളിച്ചതിൻ്റെ. അപ്പം ഇത് കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട്. പുലിത്തോലിട്ട പാമ്പ് എന്ന് വിളിക്കാം നമുക്ക്. അപ്പം നമുക്ക് നെക്സ്റ്റിലേക്ക് പോകാം. അടുത്തതെന്ന് പറയുന്നത് പേരറിയാത്ത എന്തോ ഒരു മീനാണ്, പക്ഷേ നല്ല ഭംഗിയുണ്ട് അത് കാണാനായിട്ട്. നന്നായിട്ട് മൂവ് ചെയ്യുന്നൊരു ഫിഷാണ്.
കുഞ്ഞിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവന് അവിടെ തന്നെ അതിനെ നോക്കി നിൽക്കുമായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു. പേരെഴുതി വെച്ചിട്ടില്ല കേട്ടോ. ചിലതിൻ്റെയൊക്കെ മുകളിലേ പേരുള്ളൂ, ചിലതിൻ്റെ ഒന്നും പേരില്ല. അതെന്താണെന്നറിയില്ല, ചിലപ്പോൾ അവർക്കും പേരറിയില്ലായിരിക്കും. ഈ ഒരു സെക്ഷൻ ഈ ഫിഷോടുകൂടി ഇവിടെ തീരുവാണ്. നെക്സ്റ്റ് എന്ന് പറയുന്ന ടണൽ അക്വേറിയത്തിലേക്ക് നമ്മൾ പോവാണ്. അതായത് ഇതിൻ്റെ തൊട്ട് അടുത്ത് ചേർന്നാണ് ടണൽ അക്വേറിയം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം നമുക്കിനി അങ്ങോട്ടേക്ക് പോകാം. ഇവിടെ ഇനി ഇത് നല്ല ഭംഗിയുണ്ട്. മേളിലൊക്കെ നോക്കും. ഇതൊന്നും കണ്ട് മീൻ മുമ്മൂമി മുമ്മൂമി ഉറങ്ങോ? ഇവിടെ ഒരുപാട് മീനുകളുണ്ട് കേട്ടോ. ഒരുപാട് നല്ല പേരറിയില്ല ഒന്നിൻ്റെയും. പക്ഷേ ഒരുപാട് എന്താ പറയുക, മീനിനെ നമുക്ക് എന്താ പറയുക അടുത്ത് കാണാൻ പറ്റുക എന്നൊക്കെ പറയില്ലേ, അതുപോലെ വലിയ വലിയ മീനുകൾ വരെ ഉണ്ട്. അപ്പോൾ കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും എല്ലാവർക്കും വളരെ അടുത്ത് തന്നെ കാണാൻ പറ്റും. കുറച്ചുകൂടെ നല്ലതായിട്ട് എന്താ പറയുക, നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഈ ടണൽ അക്വേറിയം എന്ന് പറയുന്നത്. ഒരുപാട് മീനുകളുണ്ട്. സ്പേസ് ഇല്ലാത്തത് കൊണ്ട്, ആ താഴോട്ട് വരുന്ന അവിടെ സ്പേസ് കുറവായതുകൊണ്ടായിരിക്കും മീനുകളെല്ലാം ചെരിഞ്ഞാണ് അവിടെ നീന്തുന്നത്, ഇതേതുപോലെ. അപ്പം ഞാൻ ആദ്യം വിചാരിച്ചു സാധാരണ മീനുകൾ ഇങ്ങനെ മലന്ന് പോകുന്നത് അതിന് എന്തെങ്കിലും വയ്യാഴിക വരുമ്പോഴാണല്ലോ. ഞാൻ ആദ്യം വിചാരിച്ചു അങ്ങനെയാണോ എന്ന്. അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് ബൾബ് കത്തിയത്. അവിടെ സ്പേസ് കുറവായതുകൊണ്ടാണ് മീനുകളെല്ലാം അങ്ങനെ നീന്തുന്നത്. മേളിലൊക്കെ ഒരുപാട്, ഇവിടെ എല്ലാം ഗോൾഡൻ ഫിഷിൻ്റെ ഒരു ശൃംഖല എന്ന് പറയാം. അതുപോലെ ഒരുപാടുണ്ട് ഗോൾഡൻ ഫിഷുകൾ. പിന്നെ ഇതിൻ്റെയൊക്കെ ഒന്നും പേരറിയില്ല കേട്ടോ. എന്തൊക്കെയോ കുറേ ഫിഷുകളുണ്ട്. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്.
അങ്ങനെ ടണൽ അക്വേറിയത്തിൻ്റെ കാഴ്ചകളെല്ലാം കഴിഞ്ഞു. നെക്സ്റ്റ് നമ്മൾ പോകാൻ പോകുന്നത് ഇവിടുത്തെ സെക്ഷനെല്ലാം കഴിഞ്ഞു ഫിഷിൻ്റെ. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു ഫർണിച്ചർ സെയിലാണ്. ബിഗ്ഗസ്റ്റ് ഫർണിച്ചർ സെയിൽ 45% ഓഫ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഓർഡർ കൊടുക്കുകയാണെങ്കിൽ അവർ വീട്ടിൽ തന്നെ കൊണ്ടുവന്ന് ഡെലിവറി ചെയ്യുമെന്നാണ് പറയുന്നത്. നല്ല ചെയർ മാഡം ഒരു വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്തോളൂ യൂട്യൂബിൽ. എന്തായാലും വന്നാലേ നമ്മളെ ഫർണിച്ചറിൽ തന്നെ കസ്റ്റമർ വരട്ടെ. ശരി സാർ നോക്കിക്കോളൂ, ഓഫറും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. ഇത് ബെഡ്റൂം സെറ്റ് ആട്ടോ, ഫുള്ളായിട്ട് ഓഫർ ഇട്ടേക്കാണേ. നിങ്ങൾ യൂട്യൂബ് ചാനലുണ്ടോ? ക്യാമറ കൊടുത്തതിലുണ്ട്. എനിക്ക് അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ സിനിമയിൽ കയറിയിട്ടുണ്ടാവില്ലേ. എന്താ ചെയ്യാൻ സംസാരിക്കാനൊക്കെ നല്ലോണം കഴിയും. പക്ഷെ ഞാൻ ഇതിൽ പാക്കേജാണ്. അൽമാര, കട്ടില്, കിടക്ക, സ്റ്റോറേജുള്ള കട്ടിലാണ്, സൈഡ് ടേബിൾ, ഡ്രസ്സിംഗ് അൽമാര. ഫുള്ള് പാക്കേജ് എടുക്കുകയാണെങ്കിൽ കടയിലാണെങ്കിൽ 1,10,000. ഇവിടുന്ന് നമുക്ക് ഓഫർ കിട്ടുന്നത് ഒരു 72,500 പാക്കേജ്. 72,500 അൽമാര, കട്ടില്, കിടക്ക. തുറന്നു നോക്കിക്കോളി. ഷെൽഫിൻ്റെ ഒക്കെ തുറന്ന് ഓപ്പണാക്കി നോക്കിക്കോളി. നല്ല ഫുള്ള് തേക്കിയിട്ട് അതേ ഡിസൈൻ തന്നെ ഉണ്ട്. ഫ്രീ ഡെലിവറി ഉണ്ട്, വീട്ടിലെത്തിച്ച് തരും. നല്ല അടിപൊളി അലമാരയാണ് കേട്ടോ, സൂപ്പർ അലമാരയാണ്. താങ്ക് യു. കേരളത്തിൻ്റെ വഫ പിക്കിൾസ്, സ്വാദിഷ്ടമായ രുചി. ഇനി കോഴിക്കോട്ട് നിന്ന് ഇവിടെ ബുക്ക് ഫെസ്റ്റ് ഒക്കെ ഉണ്ട്, കുട്ടികളുടെ ബുക്കുകളൊക്കെ ഉണ്ട്. മാധവിക്കുട്ടി, വണ്ടിക്കാളകൾ, നമ്മുടെ ഇന്നസെൻറ്റിൻ്റെ ബുക്കുകളൊക്കെ ഉണ്ട്. ചാർലി ചാപ്ലിൻ. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മുടെ മുറ്റത്തിടുന്ന ഇൻ്റർലോക്സും ഒക്കെ വാഷ് ചെയ്യുന്ന ഒരു സംഭവമാണ്. അതെങ്ങനെയാണെന്നൊക്കെ പുള്ളി അനൂപെന്നെ പറഞ്ഞ് മനസ്സിലാക്കിക്കുകയാണ്. 4,000 സബ്സിഡി കടകളിൽ 11,000, നമുക്ക് 4,000. അത് 1.5 ലക്ഷം മോട്ടർ 1,500 വാട്സാണ്. 150 രൂപ പാസ്. ഇൻഡക്ഷനായി ആർമേച്ചർ അത് ആർമേച്ചർ അപ്പോൾ അതുകൊണ്ട് കൂടുതൽ സമയം ഉപയോഗിക്കാം. 4 മണിക്കൂർ 20 മിനിറ്റ് ഉപയോഗിക്കാം. ആട് വരുന്നത് ടാപ്പിൽ കുറച്ച് ഒരുപാടുണ്ട് ഭക്ഷണമുണ്ട്. ത്രെഡ്മില്ലൊക്കെ ഉണ്ട് ഇവിടെ. സർവീസ് അവൈലബിൾ. അയ്യോ, കമ്മലിൻ്റെ സെക്ഷൻ. അങ്ങനെ ഒരുപാട് കറങ്ങി തിരിഞ്ഞ് അവസാനം എൻ്റെ ഫേവറേറ്റ് സെക്ഷനിൽ ഞാൻ എത്തിയിരിക്കുകയാണ്. ഇയർ റിങ്സിൻ്റെ സെക്ഷൻ. കമ്മലിൻ്റെ ഒരുപാട് എന്താ പറയുക അടിപൊളി കളക്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. എല്ലാം എനിക്ക് മേടിക്കണമെന്നുണ്ട്, പക്ഷേ എല്ലാം അങ്ങനെ മേടിക്കാൻ പറ്റില്ലല്ലോ, എന്നെ കിട്ടിയ സമ്മതിക്കില്ല. ഞാനിവിടെ കയറി കഴിഞ്ഞാൽ പിന്നെ എന്നെ വലിച്ചുകൊണ്ട് പോകണം. എനിക്ക് കമ്മൽ കണ്ടു കഴിഞ്ഞാൽ ഞാൻ അവിടെ ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. 2 കമ്മൽ ഞാൻ മേടിച്ചു കേട്ടോ. അമ്മ എനിക്ക് 2 കമ്മൽ മേടിച്ചു തന്നു. ഒരെണ്ണം സ്റ്റഡും ഒരെണ്ണം അല്ലാത്ത ഇങ്ങനെ ലെങ്ത് ആയിട്ടുള്ള ഒരെണ്ണത്തെ സ്റ്റഡിനൊക്കെ 20 രൂപയൊക്കെ ഉള്ളൂ. നല്ല സ്റ്റഡുകളുണ്ട്, ഒരുപാട് കളക്ഷനുണ്ട് സ്റ്റഡിന് തന്നെ. ഡ്രസ്സിനൊക്കെ മാച്ച് ചെയ്യുന്ന ഓരോ കളറ് ജിമിക്കീസും അങ്ങനെയുള്ള ഒരുപാട് എന്താ പറയുക നല്ല നല്ല കളക്ഷൻ ഉണ്ട്. കമ്മലിനെ വർണ്ണിക്കണ്ടല്ലോ, പെൺകുട്ടികൾക്ക് പിന്നെ കമ്മലെന്ന് പറയുന്നത് ഒരു വികാരം തന്നെയാണ്. അങ്ങനെയുള്ളവർക്ക് തീർച്ചയായും ഇവിടുന്ന് നല്ല ഒരുപാട് കമ്മലുകൾ പർച്ചേസ് ചെയ്യാൻ പറ്റും. നല്ല അഫോർഡബിൾ പ്രൈസാണ്. കമ്മൽ നോക്കിയ സമയം കൊണ്ട് തെച്ചിക്കുട്ടൻ ഭയങ്കര ബഹളമായിരുന്നു അവിടെ കളിപ്പാട്ടത്തിന്. ഞാൻ പിന്നെ പെട്ടെന്ന് ഇറങ്ങി. തൊട്ടപ്പുറത്ത് പഴയ മുട്ടായികളൊക്കെ കിട്ടുന്ന ഒരു ചെറിയൊരു സ്റ്റോളായിരുന്നു. കമ്പനി വാങ്ങിച്ചു അതിൻ്റെ ബഹളമായിരുന്നു, ഞാനത് ശ്രദ്ധിക്കാൻ പറ്റിയില്ല.
എടുത്തില്ലേ? ഇതൊരു തവണ നമ്മൾ അവിടെ വെച്ച് മേടിച്ച് എല്ലാം വീട്ടിലുണ്ട്. പിന്നെ വീണ്ടും ഒരു എന്താ പറയുക, വളകളുടെയൊക്കെ ഉള്ളൊരു സെക്ഷനിലോട്ടാണ് പോയത്. ഒരുപാട് വളകളും നെയിൽ പോളിഷ്, പിന്നെ തലയിലിടുന്ന ബുഷുകൾ, ഹെയർ ബാൻഡ്, ക്ലിപ്പ്, പിന്നെ അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു ഈ കടയിലൊക്കെ. നല്ല നല്ല കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാം മേടിക്കാം ഗൈസ്. ഇഷ്ടം പോലെ സാധനങ്ങളുണ്ട്. പിന്നെ പഴയ ടൈപ്പ് മുത്തുമാലകളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അതൊന്നും കാണാൻ പോലും ഇല്ല. നെയിൽ പോളിഷൊക്കെ നല്ല കളറുകളൊക്കെ ഉണ്ട്, ഒരുപാട് തപ്പിയെടുക്കണം. പിന്നെ പഴയ ടൈപ്പ് മുത്തുമാലകളൊക്കെ നല്ല ഭംഗിയാണ് കാണാൻ. ഇപ്പം ഇതൊന്നും ആരും ഇടാറില്ലെന്ന് തോന്നുന്നു. എന്നാലും അതൊക്കെ ഒരു മെമ്മറീസ് ആണല്ലോ. പിന്നെ ലെഗിൻസിൻ്റെ ഒരു സ്റ്റോളുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് സ്റ്റോളുകളുണ്ട്. ദച്ചുക്കുട്ടന് കളിപ്പാട്ടം കണ്ടിട്ട് ഭയങ്കര ബഹളമായിരുന്നു. പിന്നെ പെയിൻറ്റിങ്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഒരുപാട്. പിന്നെ അച്ചാറുകൾ നമുക്കെല്ലാം ടേസ്റ്റ് ചെയ്ത് മേടിക്കാൻ പറ്റും. ഒരുപാട് വെറൈറ്റി ടേസ്റ്റിലുള്ള വെറൈറ്റീസ് ഓഫ് അച്ചാറുകൾ. അവിടെ നിന്നെല്ലാം ഇറങ്ങിയിട്ട് ഇതുണ്ട് അവിടെ ഒരു മറ്റേ നോർത്ത് ഇന്ത്യൻ നമ്മുടെ പാനിപ്പൂരി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കിട്ടുന്ന ഒരു ഇതുണ്ട്. പിന്നെ ആൾക്കാർക്ക് അവിടെ ഇരുന്ന് കഴിക്കാനുള്ള ഒരു സ്പേസും ഉണ്ട്. ആ ഒരു സെക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അമ്യൂസ്മെൻറ്റ് പാർക്ക് പോലെ കുറേ റൈഡുകളൊക്കെ ഉണ്ട്. കുട്ടികൾക്ക് കയറാൻ പറ്റുന്ന ഒരുപാട് റൈഡുകളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ദച്ചുക്കുണ്ണി ഇതിലൊന്നും കയറാറായിട്ടില്ല. എനിക്ക് പേടിയാണ്. പക്ഷേ അവന് ആ ജീപ്പിലൊക്കെ കയറണമെന്നുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് പുള്ളിയെ കൊണ്ടിരുത്തിയപ്പോഴത്തേനും പുള്ളിക്ക് പിന്നെ പേടിയാണ്. മാത്രമല്ല എനിക്കും പേടിയാണ്. പെട്ടെന്ന് വളവും തിരിവും ഒക്കെ വരുമ്പോഴത്തേനും വീഴുമോ എന്നൊക്കെ ഉള്ളൊരു പേടി കാരണം. പക്ഷേ അവൻ അവിടെ തന്നെ നിൽക്കുമായിരുന്നു. അവന് നടുക്ക് ഇങ്ങനെ കുറേ ജീപ്പുകൾ വെറുതെ വെച്ചിട്ടുണ്ട്. അതിൽ കയറാൻ വേണ്ടിയിട്ട് പുള്ളി ഭയങ്കര ഇതായിരുന്നു, ഈ കാണുന്ന വെറുതെ വെച്ചിരിക്കുന്നതിൽ. പിന്നെ ഇവിടെ കുറേ റൈഡ്സൊക്കെ ഉണ്ട്. ഫാമിലി ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും നമുക്ക്. ഒരുപാട് റൈഡുകളുണ്ട് കേട്ടോ, മുതിർന്നവർക്കും കുട്ടികൾക്കും എല്ലാം ഒരുപോലെ. ദച്ചുക്കോട്ടിന് അവിടെ പിണങ്ങി നിൽക്കുവാണ് ജീപ്പിൽ കയറാൻ പറ്റാത്തതിൻ്റെ വിഷമത്തിൽ. അവനെയും കൂടെ കയറ്റാൻ പറ്റുന്ന ഏതെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ കയറാമെന്ന് വിചാരിച്ചു. പിന്നെ ഒരുപാട് ഗെയിംസൊക്കെ ഉണ്ട് കേട്ടോ. മറ്റേ ലക്കി റിങ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിനൊക്കെ എന്താ പറയുക 20 റുപ്പീസോ മറ്റോ ഉള്ളൂ. 5 റിങ് കിട്ടും. അപ്പോൾ നമ്മൾ അതിലേതെങ്കിലും വീഴുവാണെങ്കിൽ നമുക്കത് എടുക്കാം. അങ്ങനെയാണ്. അപ്പോൾ അവസാനം നമ്മൾ ഇതിൽ കയറാനായിട്ട് തീരുമാനിച്ച് തവളച്ചാട്ടത്തിൻ്റെ റൈഡിലാണ് നമ്മൾ കയറാൻ പോകുന്നത്. ദച്ചുകൊണ്ട് ഇരിക്കുമോ എന്നൊക്കെ പേടിയുണ്ടായിരുന്നു. ഏതൊക്കെയാലും ഇരുന്നു. അത്ര വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ചെറിയൊരു പേടി ഉണ്ടായിരുന്നു പുള്ളിക്ക് ആദ്യം. ഇതിങ്ങനെ ചാടി പോകുന്നതുകൊണ്ട്. അപ്പോൾ ആദ്യം എൻ്റെ കഴുത്തിലൊക്കെ ഇറുക്കി പിടിച്ചിരിക്കുമായിരുന്നു. പിന്നെ ഞാൻ ഓരോന്നൊക്കെ പറഞ്ഞ് പുള്ളിയെ എങ്ങനെ കൺവിൻസ് ചെയ്ത് ഇരുത്തി ഒരു വിധത്തിൽ. പിന്നെ ഇടയ്ക്ക് അമ്മൂമ്മയും അപ്പൂപ്പനും അവിടെ വന്ന് ടാറ്റയൊക്കെ കാണിച്ചപ്പോൾ അവരെ നോക്കി ടാറ്റയൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. ജെയിൻറ്റ് വീലിൽ എനിക്ക് കയറണമെന്ന് വലിയ ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അനുഭവം വയ്യാന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഒറ്റയ്ക്ക് കയറാൻ എനിക്ക് ഒരു മടി. അതുകൊണ്ട് ഞാൻ കയറിയില്ല. ആകപ്പാടി ഈ ഒരു റൈഡിൽ മാത്രമേ കയറിയുള്ളൂ. അങ്ങനെ നമ്മുടെ റൈഡൊക്കെ കഴിഞ്ഞ് നമ്മൾ ക്ഷീണിച്ച് തളർന്ന് ഇറങ്ങി. ഇവനെയും പിടിച്ചിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഇത് ചാടി പോകുന്നത് കൊണ്ട് ഭയങ്കര ഒരു ഇതുണ്ടായിരുന്നു. എനിക്ക് പേടിയായിരുന്നു കുഞ്ഞ് കയ്യിൽ നിന്ന് താഴെ വീഴുമെന്ന്. ഏതെങ്കിലും കുഴപ്പമൊന്നും പറ്റിയില്ല. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഇവിടെ തീരുകയാണ്. നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഇവിടെ വിസിറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ടാറ്റ. എല്ലാവരും സേഫായിട്ടും ഹാപ്പി ആയിട്ടിരിക്കുക.